നിറയെ കുപ്പിവള കുപ്പിവള ആണത് ഫുള്ള്. ഇതൊക്കെ എന്ന് വെച്ചാല് എന്റെ ബാഗിൽ നിന്ന് ഒഴിച്ച സമയത്ത് എടുത്തു വെച്ച കുപ്പിവള കേട്ടോ. അപ്പൊ ബാഗ് ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്ത് എങ്ങോട്ടാന്ന് വെച്ചാല് നമ്മൾ ആ ഹൗസ് വാമിങ്ങിന് വീട്ടിലേക്ക് പോയ സമയത്താണ് ബാഗ്. അപ്പം എനിക്ക് പാലുകാച്ചിന്റെ അന്ന് ഇടാനുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ഇടാനുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു റെഡ് കളറായിരുന്നു. അപ്പൊ അതിൽ നിറയെ ഞാൻ കുപ്പിവള ഉപയോഗിച്ചിട്ടുണ്ടായി കേട്ടോ. അതിലൊരു പകുതി ഭാഗമേ ഇതുള്ളൂ എന്ന് തന്നെ പറയാം. പകുതി വീട്ടിൽ തന്നെ വെച്ചിട്ട് അന്ന് ഞാൻ പോന്നിട്ടുണ്ട്. ഒരു കൈമലേക്ക് കണ്ട് 4 സെറ്റ് വള വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു സെറ്റില് 12 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണ് ഇപ്പൊ സ്പെഷ്യൽ വിശേഷം എന്ന് വെച്ചാല് ഓണമാണ്, അറിയാൻ എല്ലാവർക്കും. അപ്പൊ ഓണമായതുകൊണ്ട് എങ്ങോട്ടെങ്കിലും ടൂറ് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗുണ്ടിൽപേട്ട് പൂന്നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. എല്ലാ വർഷവും അത് പോയി കാണാറുണ്ട്. അപ്പൊ അതേപോലെ ഈ വർഷവും പോയി കാണണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നാളെ ഗുണ്ടിൽപേട്ടിലേക്ക് ഒരു കുഞ്ഞു യാത്ര, 1 ഡേ ടൂർ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ ഞങ്ങൾ എങ്ങോട്ട് പോകുന്ന സമയത്തും കുറച്ച് ഡ്രസ്സ് കയ്യിൽ കരുതി വെക്കാറുണ്ട്. കാരണം ഞങ്ങൾ 1 ഡേ ടൂർ ആണെങ്കിലും അഥവാ അവിടെ തന്നെ സ്റ്റേ ചെയ്യണമെന്നോ അല്ലെ വേറെ എങ്ങോട്ടെങ്കിലും പോകണമെന്നോ ഒക്കെ തോന്നുന്നു വെച്ചാൽ ഞങ്ങൾ പോവാറുണ്ട്. അതുകൊണ്ട് ഡ്രസ്സ് എടുത്ത് വെക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് ഒരു 4-5 കൂട്ടം എപ്പോഴും എൻ്റെ വണ്ടിയിലും ഉണ്ടാവും. അപ്പം അതേപോലെയാണ്. അപ്പം ഇത് ഷോപ്പിങ്ങിൽ വാങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്ന് ഡ്രസ്സ് എക്സ്ട്രാ ഇതാണ് എടുത്ത് പിടിക്കുന്നത്. ഇതൊന്ന് ഞാൻ യൂസ് ചെയ്തതാണ് എടുത്ത് പിടിക്കുന്നത്. ഈ 2 ഡ്രസ്സും എടുത്ത് വെക്കട്ടെ. പിന്നെ അതേപോലെ ഇതും ഞാൻ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്ത ഡ്രസ്സാണ്. ഒക്കെ എൻ്റെ ഡ്രസ്സ് 1 പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ അതവിടെ കിടക്കും. പിന്നെ വേറെ വേറെ ഓരോന്നും മേടിക്കുന്നുണ്ടല്ലോ. ചിലർ അധികം ചേച്ചി എനിക്ക് തന്നോട്ടെ, ചേച്ചി എനിക്ക് തന്നോട്ടെ എന്നൊക്കെ. പിന്നെ ഒരു ഷാള് ഓൾറെഡി ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര കാണിക്കാത്ത ഇന്നേഴ്സൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ബാഗിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഒരു മെറൂൺ കളർ ഷാള് ഞാൻ ഓൾറെഡി ഇതിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മുന്തിരി കളർ ഷാള്, ഇതും ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം മേടിച്ചതാണ്. അപ്പം അതും വെക്കുന്നുണ്ട്. പിന്നെ ഒരു നെക്സാണ്, ടോപ്പ് വരുന്നത് ഇതാണ്. ഇതും കഴിഞ്ഞ ദിവസം ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഇത്രയും സാധനങ്ങളെ ഞാൻ വെക്കുന്നുള്ളൂ. ഒരു 3 കൂട്ടം എക്സ്ട്രാ ഡ്രസ്സും ഒരു വീട്ടിൽ കൂടി ഇടുന്ന ഡ്രസ്സും മാത്രമേ വെക്കുന്നുള്ളൂ. ബാക്കി ഇന്നേഴ്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. പിന്നെ പോകുന്ന സമയത്ത് ഇടാൻ എനിക്ക് അമ്മ ഓണത്തിനേക്ക് കൊടുത്തയച്ച ഒരു കൂട്ടങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു ഗൗണാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഗൗണ്. നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഉള്ളിൽ കൂടി പോകുന്ന സമയത്ത് ഭംഗി ഉണ്ടാകുക. ശരിക്ക് ഫൈനലി തീരുമാനിച്ചിട്ടില്ല. ഒന്നെങ്കിൽ എന്തായിരിക്കും ഏതായിരിക്കും എന്ന് വെച്ചാല് ചിലപ്പം ഇതായിരിക്കും ഇടുക. ഇതും ഒരു ഗൗൺ ടൈപ്പാണ്. അപ്പം ഇതോ അല്ലെങ്കിൽ ഇതോ രണ്ടും ഇട്ട് നോക്കിയിട്ട് ഏതാണ് ഭംഗി. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷെ ഭംഗി ഇതായിരിക്കും കേട്ടോ. ഇതെനിക്ക് അങ്ങനെ ഭംഗി തോന്നുന്നില്ല. ഇതൊരു പർദ്ദ ലുക്ക് ഉണ്ട്, ഭംഗിയായിട്ട് തോന്നില്ല. അപ്പം നമുക്ക് ഫൈനലി ഇതിന് തീരുമാനിക്കാം. അപ്പം ഇത് ഞാൻ എടുത്ത് ബാഗിലേക്ക് വെക്കുകയാണ്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഒരു ഷൂട്ടൊക്കെ എടുക്കണമെങ്കിൽ എക്സ്ട്രാ എടുത്ത് പിടിക്കാമെന്നേ ഉള്ളൂ. ഇത് കുറച്ച് കട്ടിയുള്ളത് കൊണ്ടായതുകൊണ്ട് ഇതൊന്നൊരു കവറിൽ ഇട്ടേക്കാം. നമുക്ക് കവറിൽ ഇട്ടിട്ടുണ്ട്. അപ്പം 2 കൂട്ടം ഡ്രസ്സ്, 3 കൂട്ടം ഡ്രസ്സ്, ഒരു എക്സ്ട്രാ കവർ ഞാൻ എന്തിനാ പിടിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അഥവാ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വന്നാൽ നമ്മൾ അയച്ചിടുന്ന ഡ്രസ്സും നല്ലതും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇതാക്കിയിടുന്നത്. പിന്നുള്ള പരിപാടി മോളെ മാമനെ വിളി.
പിന്നെ എനിക്ക് എന്താ പരിപാടി വേറെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇതൊന്ന് ഇതിൽ അയ്യോ അറ്റാച്ച് ചെയ്ത് തരിക എന്നുള്ളതാണ് നിന്റെ പരിപാടി. പിന്നെ നിനക്കുള്ള പരിപാടി ഇത് കൈമലിടുക എന്നുള്ളതാണ്. കാരണം ഓർണമെന്റ്സ് ഒന്നും വീട്ടിൽ വെച്ച് പോകാൻ പറ്റൂലേ. ഓ മാല ഉള്ളത് അതിൻ്റെ കൂടെ എടാ. ഹലോ, ഭയങ്കര വിവാദാട്ടോ ആ ഏലസ്. അരുണ് ഏലസ് തന്നതാണ്. ഈ നമ്മുടെ മറ്റേ സ്ത്രീകളുണ്ടല്ലോ, നിന്റെ അമ്മ ചേച്ചിയും മറ്റേ ഇച്ചി ചേച്ചിയൊക്കെ അരുണ് ഏലസ് വരെ അവൾക്ക് കൊടുത്തു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എനിക്കറിയില്ല, താലി കൊടുത്തു മാല കൊടുത്തു എന്നൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ആൾക്കായിരുന്നു. ഇത് ഏലസ് കൊടുത്തു എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പൊ ഓർണമെന്റ്സ് ഒന്നും ഇവിടെ വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഒന്നുള്ളത് അവള് കൈമലിട്ട് അവളുടേതായിരുന്നു. പിന്നെ എൻ്റെ ലോക്കറ്റാണ്. എല്ലാം കൂടി ഇതിനുമാൽ താങ്ങുമെന്ന് എനിക്കറിയില്ല. മാല 4 പവനോ 5 പവനം കണ്ടാണ് ഉള്ളത്. ലോക്കറ്റ് ഇത് വരുന്നത് 2 പവനുണ്ട്, ഇത് 1/2 പവനുണ്ട് കേട്ടോ ഏലസ്. എല്ലാം കൂടി ഒന്ന് സൈലന്റ് ആക്ക്. എല്ലാം കൂടി ഇതുമ്മേല് കൊള്ളുവാന്ന് എനിക്കറിയില്ല. അപ്പം മാല ഇട്ടിട്ടുണ്ട്, കണ്ണൻ്റെ മാല ഇട്ടിട്ടുണ്ട്, ഒരു ഡയമണ്ട് നെക്ലേസ് ഉള്ളത് അതും ഇട്ടിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. പിന്നെ 2 മോതിരാണ്, അത് രാവിലെ ഇടാം, ഇപ്പേ ഇടേണ്ട ആവശ്യമില്ല. കാരണം ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. രാവിലെ ഇടാമെന്ന് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം ഞാൻ വളരെ തുറന്നതല്ലേ. മോതിരപ്പിൽ നിങ്ങൾ എല്ലാത്തിലും കാണുന്നതായിരിക്കും. ഇത് ഗോകുലം ഹോട്ടൽ ഗ്രാൻഡാന്ന് തോന്നുന്നു, തിരുവനന്തപുരത്ത് ഉദ്ഘാടനത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. യെസ്, ഗ്രാൻഡ് 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വന്ന നമ്മൾ ഉദ്ഘാടനത്തിന് വന്ന എല്ലാവർക്കും ഒരു ബോക്സിൻ്റെ അകത്ത് മറ്റേ സ്വീറ്റ്സ് ഉണ്ടല്ലോ, അത്, ഒരു പെണ്ണ്, വേറെ എന്താ മോനെ വേറൊന്നുണ്ടായിരുന്നോ, അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയൊരു പെന്നാണിത്. പിന്നെ ഞാൻ ഫോട്ടോ സമ്മാനിച്ചതിന് എനിക്ക് തിരിച്ച് ഒരു ഗിഫ്റ്റായിട്ട് ഒരു 80 ക്യാരറ്റ് ഗോൾഡ് കവറിങ് ഉള്ള ഒരു പാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും എനിക്കില്ലായിരുന്നു. വേണമെങ്കിൽ അതൊന്നും കൂടി ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം നമുക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി. അമ്മ ഓണത്തിലേക്ക് തന്നെ വേറെ ചുരിദാറുണ്ട് കേട്ടോ, അതൊന്നും ഞാൻ എനിക്ക് കാണിക്കുന്നില്ല, ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരുന്നു. അപ്പം നമ്മൾ പെട്ടി പേക്കാക്കി റെഡിയായി. ഇനി നമുക്ക് നാളെ രാവിലെ യാത്രയാണ്. യാത്രയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വയ്യ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതും കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യും കേട്ടോ. കാരണം എൻ്റെ മറ്റേ ഫോണിൻ്റെ അകത്ത് 2ൻ്റെ അകത്ത് ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ. അപ്പം അതിങ്ങനെ ഓരോന്നായിട്ട് ബൈ വണ്ണായിട്ട് പോസ്റ്റ് ചെയ്യണം. അപ്പം ഇത് പുതിയ ഫോണിലാണ് കേട്ടോ, 16 എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ 15 ഓൾറെഡി ഇതാ എന്താ സ്റ്റോറേജ് ഫുള്ളായി കിടക്കുകയാണ്. അപ്പം 16 എടുക്കുന്നത്. ഇനിയുള്ള ഗുണ്ടിൽപേട്ട വിശേഷങ്ങളൊക്കെ 16 എടുക്കുന്നത്. കാരണം 15 മുഴുവനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം നാളെ ഇത് വിട്ട് അടിച്ചു പൊളിച്ച് കാണാം. ഓക്കെ,